എന്താ കുഞ്ഞപ്പോ കിണറ്റിലെത്തി നോക്കുക മീൻ ഉണ്ടോ നോക്കുക? മീൻ നോക്കല്ലേ വാവാ, ഞാൻ വെള്ളം മുക്കിയാണ്. വെള്ളം മുക്കേ? വെള്ളം. അപ്പൊ എന്താ കുഞ്ഞപ്പോ മോട്ടർ ഉണ്ടായിട്ട് കിണറ്റിന്ന് എടുക്കണ? മോട്ടർ ഉണ്ടായിട്ടേ കണ്ടിമീര് കൂടുതൽ അയക്കണ്. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞിരിക്കണ്, എന്താണ് വർഷക്കാലല്ലേ, അപ്പൊ വെള്ളം അങ്ങനെ മുക്കിയെടുക്കാനുള്ള എന്റെ കാരണത്തിൽ കണ്ടിമീര് കൂടിയത്. എപ്പോഴും മോട്ടർ ഉണ്ടാവും? എപ്പോഴും മോട്ടർ ദിവസമൊക്കെ ഇടും. 10 പ്രാവശ്യം കുളിക്കണ്ടാ? ഞാൻ കുളിക്കൂല, ഞാൻ കുളിക്കുന്നില്ല. 3-4 ദിവസം കൂടുമ്പോ കുളിക്കും. ഞാന് വെള്ളം എടുത്തിട്ടല്ല, ഇമ്മ അറിയാം കണ്ടിമീര് കൂടുതലാണ്, അപ്പൊ വെള്ളം പായാക്കി കളയണ്ടായിരുന്നു. ഞാൻ പറയുമ്പോ ഞാൻ പായലൊന്നും വെച്ചിരിക്കല്ലോ പായാക്കി കളഞ്ഞ. അപ്പൊ പറഞ്ഞ് മുക്കി എടുത്താ മതിയായിരുന്നു. എന്നിപ്പോ ഇതേമാതിരി ഉണ്ടാവും ഇനിയിപ്പോ? വർഷക്കാലത്ത് എടുത്താ മതി, വേനൽക്കാലത്ത് എടുക്കണ്ട. അങ്ങനെ വേനൽക്കാലത്ത് എടുത്താ മതി, എടുക്കണ്ട പറഞ്ഞു. വർഷക്കാലത്ത് ഇവിടെ തൊട്ടല്ലേ വെള്ളം, അപ്പൊ എടുക്കാൻ മതിയായിരുന്നു. അതല്ലോടോ ഇന്നലെ എന്താ എന്റെ കൂടെ വർത്താനം കേട്ടിരുന്നു? എന്താണ് സംഭവം? വർത്താനല്ല, ചീത്തേന്. വയന വേളം കേട്ടിരുന്നു. ചീത്ത അറിഞ്ഞടാ. അതെ ഇവരുണ്ടല്ലോ സൈനാത്തി ഇവരൊക്കെ പെരേക്ക് വന്നിരുന്നു. അപ്പൊ എന്നോട് അറിയാലോ, സൈനാത്തി ഇവരൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആ അടുത്തുള്ള പെരേന്ന് കുറച്ച് ബിരിയാണി ഒടുങ്ങിയിരുന്നു. അപ്പൊ കുട്ടികൾ ഇതൊക്കെ വന്നപ്പോ എന്താണ് ഞാന് ഓരോ മുന്നിൽ നിന്ന് മാടി ചീറി പൊളിച്ചിട്ടങ്ങ് പഴിച്ചിട്ട് വയ്യ ഇമ്മ ബിരിയാണി ആട്ടി. അപ്പൊ ഇന്ന് ഉമ്മ ആന്റനെ പറഞ്ഞു, ഞാനെ മുണ്ടാതിരിക്കും, പോയിട്ട് തരാന്ന്. സൈനാത്തൊക്കെ വന്ന അമ്മാന്റെ വർത്താനം പറയാന്ന്. അപ്പൊ എപ്പോ വന്നാലും ഇമ്മ വർത്താനം പറഞ്ഞോണ്ട് ഉപ്പിട്ടാ. അപ്പൊ ഉമ്മ ഇപ്പൊ വല്ലാതെ മുണ്ടോന്ന്. അപ്പൊ സൈനാത്തൻ എന്താ ഇവാത്താത്ത നിങ്ങള് മുണ്ടാത്ത് ഉമ്മ പറയും ഒന്നല്ല മോനെ പല്ലുവേദന അയക്കാന്നല്ലോ. അപ്പൊ ഞാൻ പറയും ഇമ്മ പല്ലുവേദന അല്ലല്ലോ. അപ്പൊ ഉമ്മാര് മുണ്ടാതിരിക്കണം. അപ്പൊ സൈനാത്ത എന്താ കുഞ്ഞാപ്പു പറഞ്ഞു ചോദിച്ചു. അപ്പൊ ഉമ്മ അറിയാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ കുഞ്ഞാപ്പൂന്റെ വർത്താനം, ചെക്ക ഒന്നും അറിയാതെ ഓരോന്ന് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല സൈനാത്ത അങ്ങോട്ട് ബിരിയാണി ഉണ്ടല്ലോ പറഞ്ഞു. അപ്പൊ സൈനാത്ത അറിയും ബിരിയാണി നിങ്ങൾ തിന്ന കുഞ്ഞാപ്പ് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു ചെക്കന്റെ പൊട്ടത്തരം കേക്കണ്ട നിങ്ങള്, ഇവിടെ എന്ത് ബിരിയാണിയാടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോന്ന് കൊടുങ്ങിരുന്ന ബിരിയാണി, അതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ അത് നേരത്തെ കുറച്ച ബിരിയാണി കൊടുന്നീന്ന് ചെക്കനാ അത് പറയേന്ന് പറഞ്ഞു. ഉമ്മ പോലും പോയിട്ട് തിന്നാച്ചിട്ടാവും. ഉമ്മ നോണാറിന്റെ ആവശ്യണ്ടാ, ഓനെ ബിരിയാണി വന്നിട്ട് ഇമ്മ ഇങ്ങനെ കണ്ണിങ്ങനെ കാണിക്കന്നെ മുട്ടയിലാടാന്ന്. അപ്പൊ ഉമ്മ എന്നാ ഞാൻ വെള്ളം എടുക്കട്ടെ നിങ്ങൾക്ക് നിൽക്കണം. അപ്പൊ സൈനാത്ത പറഞ്ഞു വേണ്ട നിങ്ങള് ഞങ്ങക്ക് വെള്ളമൊന്നും വേണ്ട, ഞങ്ങക്ക് കുറച്ചേരം പോവാണ്ട്. എന്നിട്ട് സൈനാത്തി ഓരാണ്ട് ഇറങ്ങിയിട്ടാ. അപ്പൊ ഉമ്മ നിങ്ങള് തുള്ളി വെള്ളം കൂടിയും കുടിക്കാതെ ചെക്കന്റെ വാക്കും കേട്ടിട്ട് ഇങ്ങനെ പോവുക. ഞങ്ങള് ബിരിയാണി കാണാത്തതാ ഈ ഭാഗത്തോട്ട്, അതൊണ്ടൊന്നല്ല ഞങ്ങൾക്ക് പലയിടത്തും പോവാണ്ട് അങ്ങനെ ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഇവര് ഇറങ്ങിയ പാട് ഓരുണ്ട് പരസ്പരം പറഞ്ഞ് ബിരിയാണി കൊടുത്തിട്ട് തള്ളി മക്കം തിന്ന, എന്താ നമ്മളെ ബിരിയാണി കാണാത്ത എന്തൊക്കെ തിന്നു അറിഞ്ഞൂടെ, ഞമ്മക്കിപ്പോ വേണാ. ചെക്കനാണെങ്കിൽ സത്യം പറഞ്ഞു തള്ളക്ക് പറ്റിയിട്ടില്ല, നമ്മൾ ഇനി ഇവിടെ നിന്നിട്ടില്ലെങ്കിൽ ഒരു ബിരിയാണി ഒന്നും ഇല്ല, അതാ വേണ്ട ഞമ്മക്കണ്ട് പോവാണ്ട് ഓരോ ഇറങ്ങി പോയി. അങ്ങനെ കണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഉമ്മ ജോലിക്കോട്ട് എന്റെ പുറത്തേക്ക് രണ്ടാണ്ടടിച്ച് ബസലാക്കോടോ പറഞ്ഞു. ഇമ്മനെ പറയും നോണ പറയത് അറിയും ചെയ്യും. നോണ പറഞ്ഞെങ്കിൽ അല്ലാണ്ട് ശിക്ഷ കിട്ടും, ആൾക്കാരൊക്കെ വെക്കൂന്ന് അറിയും. അപ്പൊ ഞാന് സത്യം പറഞ്ഞപ്പോ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇനി സത്യം പറയല്ലേ? അതല്ല ഉമ്മ പിന്നെ ഇനിയിപ്പോ അനക്ക് തരാച്ചിട്ടുണ്ടാവും പോലും പോയിട്ട് പോയിക്കടാ അതിനാണ് ഇത് വെള്ളം മുക്കണല്ലേ. അപ്പൊ മോട്ടർ ഇട്ടൂടെ കുഞ്ഞാപ്പോച്ച് ഇങ്ങനെ ബുദ്ധിമുട്ട്. കറണ്ട് ബില്ല് കൂടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോ സഹിച്ചിട്ട് നിക്കല്ലേ ചെയ്യല്ലേ. അതില് വെള്ളം കാണാമല്ലോ. ഒന്നും ഉണ്ടാവില്ല, വയറ് ഭയങ്കര നിന്നിട്ട് അവർക്ക് തോന്നുന്ന ഓരോ കൊതി ഉണ്ടാവൂലേ. ഇമ്മ എനിക്ക് നോക്കി കൊടുത്താൽ മതി, നിലങ്ങൾ കൊതി പൊട്ടിക്കുന്നല്ലേ. എന്താ ഞാൻ പറയാ കുഞ്ഞാപ്പോ ഉമ്മാനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളാ. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. അപ്പൊ നമുക്ക് തിന്നാൻ പറ്റൂടെ പൊട്ടാ. ഇതും കണക്കന്നെ ഉമ്മയും കണക്കന്നെ. ആയിക്കോട്ടെടാ, എന്നാ വേഗം പോയിക്കോ. നടക്കാൻ പറ്റേ?